Hello മക്കളെ, third ഒരു question. In a marriage between male with blood group A and female with blood group B, the progenies had either blood group AB or B. What would be the possible genotype of parents? ഇതിൽ പാരൻസിന് ജീനോടൈപ്പ് ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചെയ്ത് നോക്കിയാലോ. IA ഉണ്ട് ഫസ്റ്റ് ഓപ്ഷനിൽ, I ഉണ്ട്, IB ഉണ്ട്, അതുപോലെ തന്നെ IB ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ABയും Bയും വരണം. ആ കണ്ടീഷനാണ് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിയേ, ഇവർക്ക് AB വരുന്നുണ്ട്, ഇവർക്ക് ഇതാ AB വരുന്നുണ്ട്, ഇവിടെ B വരുന്നുണ്ട്, B വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ വരുന്നുള്ളൂ? ABയും Bയും പേക്കുട്ടികൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. രണ്ടാമത്തെ നോക്കിയേടാ, IA, IA, IB, IB ആണല്ലേ. അപ്പോൾ ഈ കണ്ടീഷനിൽ നോക്കിയാൽ ഇവർക്ക് AB എല്ലാ AB മാത്രമല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർക്ക് AB കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. AB കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം മൂന്നാമത്തെ നോക്കിയേടാ, IA, IB, I ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് കുട്ടികളൊക്കെ ഉണ്ടാവും? അത് ആദ്യം AB ഉണ്ടാവും, പിന്നെ A ഉണ്ടാവും, AB ഉണ്ടാവും, പിന്നെ A ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവർക്ക് ABയും Aയും കുട്ടികളാണ് ഉണ്ടാവുന്നത്. നാലാമത്തെ കണ്ടീഷൻ നോക്കിയടാ, നാലാമത്തെ കണ്ടീഷനിൽ നമുക്ക് IA, Iയും അതുപോലെ തന്നെ IB, Iയും ആണ് ഉണ്ടാവുന്നത്. ഈ കണ്ടീഷനിൽ നോക്കിയേ, AB ഉണ്ടാവും, അതുപോലെ A ഉണ്ടാവും, B ഉണ്ടാവും, അതുപോലെ തന്നെ O ബ്ലഡ് ഗ്രൂപ്പിലെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് AB ഉണ്ടാവും, A ഉണ്ടാവും, B ഉണ്ടാവും, O ഉണ്ടാവും. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഒരു A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അച്ഛൻ അല്ലെങ്കിൽ ഫാദർ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ഫീമെയിലിനെ കല്യാണം കഴിച്ചാൽ, മാരേജ് ചെയ്താൽ ഐദർ AB അല്ലെങ്കിൽ B മാത്രം ഉണ്ടാവുന്ന ഏതായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? അച്ഛൻ ഹെട്രോസൈഗസും അമ്മ ഹോമോസൈഗസും ആവുന്ന കണ്ടീഷനിൽ മാത്രമല്ലേ ഇത് പറ്റുന്നുള്ളൂ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ A ആണ് കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.